സിറ്റിയിലുള്ള റൗഡികളും ഗുണ്ടകളും മൊത്തം കുരുപ്പുകളും കൂടെ ഉണ്ടല്ലോടാ. എന്റെ ചേട്ടാ, ഇത്രയും നാള് റാവത്ത് ബായുടെ പുറകെ വാലാട്ടി നടന്നതല്ലേ? പെട്ടെന്ന് കാല് മാറിയാലേ അവിടെ 8ന്റെ പണി കിട്ടും. എടാ, അത്യാവശ്യം ബാലം വലിച്ചും കുതികാല് വെട്ടിയൊക്കെ നിന്നാലേ നമ്മുടെ കാര്യത്തിനൊരു മെച്ചമുണ്ടാവും. ഇതൊക്കെ പറഞ്ഞു തരണോ? പാടാ, എന്താടാ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? എല്ലാരോടും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്ക്. അവന്മാരെ ആള് വന്ന് വിളിക്കുമ്പോ 1 by 1 ആയിട്ട് അകത്ത് പോണം. ഓഹോ, 1 by 1 ആയിട്ട് വിളിക്കുന്നത് ഒരാളറിയാതെ മറ്റൊരാളുമായിട്ട് പേഴ്സണലായിട്ട് പേഴ്സന്റേജിന്റെ കാര്യം സംസാരിക്കാനായിരിക്കും. അതെന്താന്നറിയില്ല, അകത്തുനിന്ന് അടി കിട്ടുമെന്നുള്ള പേടിയുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, അണ്ണനോ പേടിയുണ്ട്. ബോഡിയിൽ ക്ഷതമേക്കാതിരിക്കാനും പേടിക്കാതിരിക്കാനും ഞാൻ ഏലസ് കെട്ടിയിട്ടുണ്ട്. ഓക്കെ അണ്ണാ. നമസ്കാരം റാവത്ത് ഭായ്. 1 മണിക്കൂറല്ലേ പറഞ്ഞത്, നമ്മൾ അരമണിക്കൂറിലെത്തി. ശുക്ല ഭായ് വിളിച്ചോടനെ വന്നല്ലോ. എന്താ കുടിക്കാൻ? കോഫി, ടീ, കൂൾ ഡ്രിങ്ക്സ്? ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ? ഫോട്ടോയോ? യെസ്, നായക് ഭായ് എന്റെ ഫ്രണ്ടാണെന്ന് ഞാൻ പറയും. ജനങ്ങൾക്കിടയിൽ അത് പ്രചരിപ്പിക്കും. ഇതുവരെ 100 കൊലക്കേസുകളുണ്ട്, 50 റേപ്പ് കേസുകളുണ്ട്, കണ്ണി കണ്ട സ്ഥലങ്ങളെല്ലാം വെട്ടിപ്പിടിച്ചിട്ടുണ്ട്, ഈ കൽക്കട്ടയെ കരയിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്റെ അയൽക്കാർക്ക് പോലും എന്നെ അറിയില്ല. പോലീസിനറിയാൻ കേട്ടോ, ഒരൊറ്റ കൊല കൊണ്ട് സ്റ്റേറ്റ് മുഴുവൻ ഭായ് ഫേമസ് ആയി, സ്റ്റാറായി. എന്റെ ഭായ് ഉമ്മെന്നൊരു വാക്ക് മോള് ഭായിയുടെ പേര് ഉപയോഗിച്ച് ഇരുട്ടുന്നതിന് മുമ്പ് 100 കോടി കളക്ട് ചെയ്യും. സമ്മതമാണോ? പെർമിഷൻ തരുമോ? ആർ യു റെഡി ഭായ്? 100 കോടിയോ? അതെങ്ങനെ നടക്കും? അത്രയും പണം ടാറ്റയ്ക്കും ബിർളയ്ക്കും പോലും കിട്ടില്ല. അവർക്ക് എങ്ങനെ കിട്ടും? അവരൊന്നും റൗഡികളല്ല. മൊത്തം ആസ്തി എത്ര വരും? ഒരു 500 കോടിക്ക് മോളി വരും. റൗഡിസം നടത്തി അത്രയ്ക്ക് പണോ? ചേച്ചേ, ഇതൊക്കെ ഒരു സംഖ്യയാണോ? ചില്ലറ. ഒരു എസ് മുള് ആ റാവത്തിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വാങ്ങിച്ചോ. ഈ വീട് നമുക്കൊരു പാലസാക്കാം. ഉച്ചയ്ക്ക് മുമ്പ് അംബാനിയെ കടത്തിവിട്ടാം. ബായി ഒരു എസ് മുള് പേഴ്സന്റേജ് നമുക്ക് സംസാരിക്കാം. സ്കീംസില്, പ്രോജക്റ്റില്, ടെൻഡറില് എനി ലീഗൽ 50-50, ഇൻലീഗൽ 60-40. ഓക്കെ ആണോ? നിങ്ങൾ പറഞ്ഞ ഓഫർ എനിക്ക് എന്തായാലും ഇഷ്ടമായി. പെർസെന്റേജും ഓക്കെ. നമുക്ക് ഡോക്യുമെന്റ് സൈൻ ചെയ്താലോ? റൗഡിസത്തിന് എഗ്രിമെന്റോ? ഹാർട്സ് ഓഫ് നായക് ഭായ്. ഭായ്, എഗ്രിമെന്റ് ഏത് റൂമിലാ? ഇടത് കൈ കൊണ്ട് വലത്തേക്ക് പോകാൻ പറയുന്നു. ശരി, പോകാം. ശുക്ല ഭായ്, നായക് ഭായ് കാ പാർട്ട്ണർ. എടാ, പോലീസ്, അഡ്വക്കേറ്റ്, ജഡ്ജ്, രജിസ്ട്രാർ. എന്റെ അമ്മോ, റൗഡികളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സെറ്റപ്പ്. എന്തൊരു അറേഞ്ച്മെന്റ് ആടാ. ഇതാ വിദ്യാഭ്യാസത്തിന്റെ ഗുണം. നമ്മളെ പോലെ കൂതറകളല്ല. യെസ്, അനിയ പറഞ്ഞോ, എവിടെയാ ഒപ്പിടണ്ടേ? ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങളുടെയാണോ നോക്കും. അതൊക്കെ ദിവസം കാണുന്നതല്ലേ, നമ്മുടെ തന്നെയാ. ഒപ്പം ഇവിടെ ഇടണെന്ന് പറയാം. പ്ലീസ് കം ഓൺ, പേന. കൺഗ്രാറ്റ്സ് ചേട്ടാ, ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഒരു കലക്കും. എടാ, ശുക്ലബായുടെ ശുക്രൻ ഉദിച്ചടാ. സാർ, ചോക്ലേറ്റ് എടുത്തോളൂ സാർ. ചോക്ലേറ്റ് ഒക്കെ എന്തിനാടോ? ഇതെന്താ വല്ല സൽക്കർമ്മോ മറ്റോ ആണോ? ഇതൊരു സൽക്കർമ്മം തന്നെയാ. അതെന്താടോ? നിങ്ങളുടെ സ്വത്ത് മുഴുവൻ അനാഥാശ്രമത്തിന് എഴുതി കൊടുത്തില്ല. എന്താടോ താൻ പറഞ്ഞേ? എന്റെ സമനില തെറ്റും. എപ്പോഴാടോ ഞാൻ സ്വത്ത് എഴുതി തന്നെ? ഈ ഡോക്യുമെന്റിൽ അതാ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ഇപ്പൊ ഒപ്പിട്ട് തന്നു. ഇനി ഈ പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് ലീഗലായി ഒരു അവകാശമില്ല. ഇതിനു വേണ്ടിയാണോടാ എന്നെ വിളിച്ചു വരുത്തിയത്? ഇതിനു വേണ്ടിയാണോടാ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചത്? എന്റെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയിട്ട് 50 പൈസയുടെ ചോക്ലേറ്റ് തന്നല്ലേ? എടാ, ഇത് ശുക്ലാബായിയോട് ഉടക്കരുതാ. കൊത്തി കുടലെടുക്കും ഞാൻ. എന്റെ പിള്ളേര് മുഴുവൻ പുറത്തുണ്ട്. ഒറ്റ വിസിൽ അവന്മാരിലകത്ത് വരും. എന്താ ശുക്ലാബായി ഒരു ബഹളം? ബഹളം വെച്ചതോ? 500 കോടിയുടെ സ്വത്ത് തട്ടിയെടുത്തിട്ട് 50 പൈസയുടെ ചോക്ലേറ്റ്. അടങ്ങണോ ഞാൻ? കുത്തിയിരുന്ന് പാട്ട് പാടണോ? വീര ധീര ശൂര എന്ന പാട്ട് പാടണ? ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അടുത്ത റൂമിലേക്ക് ചെല്ലേ. ഈ റൂമിൽ ചോക്ലേറ്റ് ഉണ്ടാക്കി, അവിടുന്ന് ബിസ്ക്കറ്റ് വളർത്താനാ? ഭായി ഇമോഷണൽ ആവുന്നു. വേഗം കൂട്ടിക്കൊണ്ട് ചെല്ലേ. അടുത്ത റൂമിലേക്ക് വന്നു. ഇവിടെ എന്താണോ? എടാ, ചീമപ്പോത്തിനെ പോലെ ഉണ്ടല്ലോടാ. ആവശ്യമുള്ളതൊക്കെ ആ റൂമിൽ നിന്ന് കിട്ടി. ഇനി ഇവിടെ എന്തുവാടാ? നിങ്ങൾ എന്നെ പോലെ എല്ലാം പോയവരാണോ? നിനക്കൊക്കെ നല്ല ബോഡിയുണ്ട്, എനിക്ക് ബ്രെയിനും. നമുക്ക് ഒന്നിച്ച് പോരാടാടാ. പോരാടി ജയിക്കാടാ. ജീവൻ പോയ പോട്ടറാ. മാടുകളെ പോലെ നോക്കാതെടാ. ചേട്ടാ, ഈ മല്ലന്മാര് നമ്മളെ പോലെ വന്നവരല്ല. നമ്മളെ തല്ലിക്കും കൊണ്ടുവന്ന. വേഗം വിസിലടിക്കടാ. അത് പുറത്തോട്ട് കേൾക്കില്ല. ഇവിടുത്തെ സൗണ്ട് അറേഞ്ച്മെന്റ് അങ്ങനെയാ. എടാ, എന്റെ സ്വത്ത് മുഴുവൻ പോയി. കൺമുമ്പിൽ കൂടെ എല്ലാം ഒഴുകിപ്പോയി. ഒറ്റ ഒപ്പിലെല്ലാം പോയില്ലേ? പോട്ടെ ചേട്ടാ, ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ. 10 പൈസയില്ല. ബോഡിയും പഞ്ചറായി. ചങ്കും കൂമ്പ് പിടിച്ചു വാട്ടി. ശരിയാ ചേട്ടാ, പണ്ടത്തെ ഇടിയം പോലീസുകാർ പോലും ഇങ്ങനെ അടിക്കില്ല. ഒരു ചോക്ലേറ്റ് വേണം. കൊണ്ടുപോടാ, കൊണ്ടുപോ. ഇത് കാണുമ്പോ എനിക്ക് അവന്മാര് തന്ന ഇടിയാ ഓർമ്മ വരുന്നേ. അമ്മേ, എന്താണ് ഇവിടെ അങ്ങ് ഇരുന്ന് കളഞ്ഞ്? ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. അകത്ത് നമ്മള് കരുതിയ പോലെ അടിയും പിടിയൊന്നും ഇല്ലല്ലോ. ഏയ്, അടിയൊന്നുമില്ല. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരും.
അണ്ണൻ എത്ര പറഞ്ഞു, എത്രയ്ക്ക് ഉറപ്പിച്ചു? നമ്മൾ ഒരു കാര്യവും പറയണ്ട, എല്ലാ അവന്മാരും അറിഞ്ഞ് ഇങ്ങോട്ട് ചെയ്തോളും. ഏറ്റവും അവസാനം ഒരു ചോക്ലേറ്റും തരും, അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. പേഴ്സൻറ്റേജ് കുറച്ച് കൂട്ടി പറഞ്ഞ കുഴപ്പമാവോ? നിന്റെ പേഴ്സണാലിറ്റിക്ക് എത്ര വേണേലും സംസാരിക്കാം. അവസാനം ഒപ്പിടാൻ മറക്കണ്ട കേട്ടാ. അയ്യോ, പേനെടുത്തില്ല അണ്ണ. പെന്നും സ്റ്റാമ്പും ചോക്ലേറ്റും എല്ലാം അകത്തുണ്ട്. നീ ചെല്ല്. നമസ്കാരം നായിക് ഭായ്. എന്താണ് രാജ്ഭട്ട് ഭായ്? ഫോർജറി, പൈറസി, കള്ള പാസ്പോർട്ട് തുടങ്ങി കോഡ് സ്റ്റാമ്പ് വരെ എല്ലാം പൈറസിയാ. നന്നായി സമ്പാദിച്ചു അല്ലേ? അണ്ണനൊരു ചാൻസ് കിട്ടിയാലുണ്ടല്ലോ, നായിക് ഭായുടെ ഒപ്പ് വേണേലും അണ്ണൻ ഇട്ട് കളയും. ഒന്നും മിണ്ടാവരാ. അണ്ണന്റെ ഒപ്പൊക്കെ എന്തിനാടാ ഞാൻ ഇടുന്നത്? കുഴപ്പമില്ലാതെ സമ്പാദിച്ചു നായിക് ഭായ്. അതുകൊണ്ടാ ഫോൺ ചെയ്തത്. അണ്ണാ വേഗം പെർസെന്റേജ് എത്രയാന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ് താണ. ഉറപ്പായിട്ടും കിട്ടും, അങ്ങോട്ട് പൊയ്ക്കോ. എന്നാ ചെല്ലട്ടെ നായിക് ഭായ്. ചോക്ലേറ്റ് എനിക്ക് ഉടനെ കിട്ടുമല്ലോ നായിക് ഭായ്. നിങ്ങൾ ചെല്ല്. ഇവിടുത്തെ പ്രോഗ്രാമൊക്കെ ഒരു പ്രോസസ് അനുസരിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവന് ചോക്ലേറ്റ് കിട്ടിക്കാണുമല്ലേടാ? കൺഗ്രാറ്റ്സ്, നിങ്ങളുടെ സ്വത്ത് മുഴുവൻ മദർ തെരേസ ട്രസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. എന്താ പറയുന്നത്? മദർ തെരേസ ട്രസ്റ്റിന് ഞാൻ എന്തിനോട് എന്റെ സ്വത്ത് കൊടുക്കുന്നത്? ചേട്ടാ, അകത്ത് പാട്ട് തുടങ്ങി. പാവം അവന്റെ പിത്തത്തടി ഇടിച്ച് പിഴിഞ്ഞു കാണും. എടാ, ആളെ നോക്കിയാന്ന് തോന്നുന്നു ഇടിയുടെ ശക്തി. ഇവന്റെ എല്ലാ അവന്മാരിടിച്ച് കലക്കി. അല്ലേലും ഇതവന് ആവശ്യ. എന്താണ് അകത്ത് ഇത്രയൊക്കെ നടക്കുന്നു പറഞ്ഞിട്ടൊന്നും മിണ്ടാതിരുന്നത്? ഒരു ചെറിയ മിസ് കോള് തന്നായിരുന്നെങ്കിൽ ഞാൻ സ്കൂട്ടേ. ഓഹോ, വരുന്നുണ്ടല്ലോ ആൾക്കാര്. അവന്മാർക്ക് നീ കൊടുക്ക്. വേണ്ടണ്ണ, അവന്മാരും കുറെ വാങ്ങിച്ചു കൂട്ടിട്ടെ. അതുകൊണ്ടാ ഞാനും മിണ്ടായിരുന്നത്. നീയും മിണ്ടായിരുന്നു. ആ ശരി, എടാ ഒരു ചോക്ലേറ്റ് തടാ. ഓ അണ്ണാ, എന്താ കൊച്ചുകുട്ടികളെ പോലെ ചോക്ലേറ്റ് കഴിച്ചോണ്ടിരിക്കുന്നേ? എടാ, അകത്തോട്ട് പോയാൽ നമ്മള് കൊച്ചു പിള്ളേരെ പോലെ ആയി തീരൂടാ. നമ്മൾ ഗുണ്ടകളാണെന്നോ റൗഡികളാണെന്നോ ഉള്ള ഒരു തോന്നലേ ഉണ്ടാവില്ല. നിനക്കും കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോണോ? പൊയ്ക്കോടാ. എടാ രാജ്പട്ടെ, അവൻ ഇത്രയും കിട്ടിയെങ്കിലും നല്ല പിക്കപ്പ് ആണല്ലോടാ. ആളുടെ തൂക്കം നോക്കിയണ്ണ അടി. അപ്പൊ നീ ശരിക്കും വാങ്ങിച്ചു കൂട്ടി കാണുമല്ലോടാ. അകത്ത് ചോക്ലേറ്റ് കയറുന്ന കാര്യം പറഞ്ഞു, സൗണ്ട് സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞാ നീ പോവായിരുന്നോടാ. അടുത്തവൻ വന്നു. എന്താണ് മുഖത്തൊരു വാട്ടം? ഇരിപ്പത്ര പന്തി അല്ലല്ല, കൊട്ടുവെല്ലാം കിട്ടിയ? എന്തിനാടാ കൊട്ട് കിട്ടാൻ? എന്താ പൂരപ്പറമ്പാ ഇത്? നേഴ്സറിയാടാ. കൊച്ചുകുട്ടികളെ നീ കേട്ടിട്ടില്ലേ? നല്ല പാട്ടും വെച്ച് തരും, ചോക്ലേറ്റും തരും. അത്രേ ഉള്ളൂ. നീ പൊക്കടാ. എനിക്ക് അപ്പോഴേ തോന്നി 8ന്റെ പണി കിട്ടുമെന്ന്. ഞാൻ പോയിട്ട് പിന്നെ വരണ. അണ്ണാ, അവൻ മിസ്സായെന്നാ തോന്നുന്നേ. അയ്യോ അണ്ണാ, എനിക്കിട്ടും കിട്ടിയണ്ണാ. അമ്മേ, അവനെ പൊക്കിയടാ. അവനുള്ളത് ഇപ്പൊ കിട്ടിക്കോളും. ഹാപ്പിയാ? നമുക്കോ കിട്ടാനുള്ളത് കിട്ടി, മറ്റവനും കിട്ടിക്കോട്ടെ. അതല്ലേ ഇന്ത്യൻ സൈക്കോളജി. ഐ ലവ് യുടാ. നമ്മുടെ പിള്ളേർ സെറ്റ് എല്ലാരും ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും ഉണ്ട് ചേട്ടാ. കൽക്കട്ടയിലെ കംപ്ലീറ്റ് റൗഡുകൾ ഇവിടെ ഉണ്ട്. ഹലോ, നിങ്ങളെ നായിക് ഭായ് വിളിക്കുന്നു. എങ്ങോട്ട് വിളിക്കുന്നു? ഇവിടുന്ന് ഒരടി നടക്കാൻ വയ്യ. എല്ലാത്തിനെയും അടിച്ചോടിച്ചിട്ടിരിക്കല്ലേ? നേരെ നിന്നിട്ട് വേണ്ടേ നടക്കാൻ? ഞങ്ങളെ വീട് പൊക്കോളാം. നിങ്ങൾ വരുന്നോ അത് ഭായ വിളിക്കണം? ഒക്കില്ല, ഞങ്ങൾ അങ്ങോട്ട് വരാം. ബായി ഇങ്ങോട്ട് വിളിക്കണ്ട. അയ്യോ അയ്യോ അമ്മച്ചോ, വയ്യേ അമ്മച്ചോ. നോക്ക്, കള്ളക്കടത്ത്, കൊട്ടേഷൻ, പെൺവാണിഭം, സ്കെച്ച് ഇതൊക്കെ ചെയ്യുന്ന ഒരുത്തനും ഇനി ഈ കൽക്കട്ടയിൽ ഉണ്ടാവാൻ പാടില്ല. 1 മണിക്കൂറിനുള്ളിൽ ഇവിടം വിട്ട് പൊക്കണം. അരമണിക്കൂറിനുള്ളിൽ പോണെന്ന് പറഞ്ഞാൽ അതൊക്കെ നടപടിയുള്ള കാര്യമാണോ ഭായി? ഞാൻ ഒരു കാര്യം ഒരിക്കൽ മാത്രമേ പറയൂ. രണ്ടാമത് പറയേണ്ടി വന്നാൽ നീ ഉണ്ടാവില്ല. ഈ സ്റ്റേറ്റിൽ അവനെ കൊല്ലാറുള്ള ആയുധങ്ങളുണ്ട്, പക്ഷെ അതിനുള്ള ആളുകളില്ല. അതുകൊണ്ടാണ് തീഹാർ ജയിലിൽ നിന്നും ഇവരെ കൊണ്ടുവന്നത്. നോക്ക്, അവൻ റൗഡിയോ ഗുണ്ടയോ അല്ല. അവന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള ആയിരക്കണക്കിന് യുവാക്കളുണ്ട്. ചുവടൊന്ന് പിഴച്ചാൽ നിങ്ങളോടൊപ്പം ഞാനും അകത്താകും. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ഞങ്ങൾക്ക് ഉന്നം തെറ്റില്ല. തരാമെന്ന് പറഞ്ഞ പണം റെഡിയാക്കി വെച്ചേക്ക്. അത് റെഡി. കരുക്കൾ സൂക്ഷിച്ച് നീക്കണം. അവനിപ്പോ എവിടെയാ? അവന്റെ കോളനിയിൽ നടക്കുന്ന ഒരു കല്യാണ റിസപ്ഷനിലുണ്ട്. മഞ്ചം എന്നെഞ്ചോ लड़ी लड़ी हौरा की तू बड़ी बड़ी केरल की तू गड़ी गड़ी के बस दे मैं रड़ी रड़ी दावत की है अंक मेलम दा बंडूल प्रेम चोड़ी कोने थोड़ा थोड़ा आगे बस देख ले बोल यार कुंजन चिंगारी
ധൂപമായി പ്രഥമ രാത്രിയിൽ തപിക്കവേ ധൂംധമാക്കെഴും രാവൊന്നിൽ ചംചമാക്കുകൾ ചെയ്തെന്നാൽ പകരുപാലില മധുരമീശ്വരം ശബശബാബല തനിച്ചുവാ പിടി എനിക്കിഷ്ടം എൻ കരാങ്കുലി കവരില്ലേ നിൻമിടിപ്പുകൾ കാതോർക്കേ എൻ തുടിപ്പുകൾ തേരോട്ടെ അടിപ്പാടി ചൂടിക്കൊണ്ട് മേറ്റിൽ കാറ്റ് തേടിക്കൊണ്ട് വീട്ടിൽ കോഴി കൂകും വരെ ബാപ്പറേ എല്ലാരും വന്നാലേലോ നിശായും മഞ്ചം എന്നെഞ്ചോ saya Mosambi hasi habibile oru nabab pol tudangum cheriyoru mukabala vada vada bora en jama jama sanjeera muruku pootugal vidarum raatriyil manasil theetharu mattapu njan pada pada taalathil chol varam varam bandhure nee pada vili kootunne en thalidallin sotte paalil nora vechukondu moovin muttu muttikondu thenin chottu cheendikkondu hi re Konjan Chingari Malar Kudara Menna Konduru ആരാടാ നിന്നെ അയച്ചത്? റാവത്തും DIG. സർ, നമ്മുടെ ആൾ പിടിക്കപ്പെട്ടു. അവൻ എന്റെ പേരും നിങ്ങളുടെ പേരും പറഞ്ഞു. ഇനി എന്താണ് സർ നമ്മൾ ചെയ്യുക? ഒരു കാര്യം ചെയ്യ്, നമ്മൾ മിനിസ്റ്റർ വീട്ടിലുണ്ടെന്ന് അവനെ ഫോൺ ചെയ്ത് അറിയിക്കേ. ആവേശത്തില് അവനങ്ങോട്ട് ഓടിയെത്തും. ഒറ്റ വെടി, 2 പക്ഷി. മനസ്സിലായി സർ. എന്താണോ? എന്തുണ്ടായി? നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. എനിക്ക് മറ്റൊരു ആശ്രയമില്ലാത്തതുകൊണ്ടാ. ആ നായകൻ അവൻ സാധാരണക്കാരനല്ല. എന്റെ സമ്പാദ്യം പോയി, ആൾബലം പോയി, എല്ലാം പോയി. ഇനി ബാക്കിയുള്ളത് എന്റെ ജീവൻ മാത്രം. അണ്ണാ, അവനെത്തി. പത്തി താഴ്ത്തിയാലും മൂർഖൻ മൂർഖൻ തന്നെയാണ്. നിന്നെ മന്ത്രി കസേരയിൽ ഇരുത്തിയത് എന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാ. സാർ, മിനിസ്റ്ററെ കൊന്നത് നായക് ഭായ്. താൻ എന്താണോ ഈ പറയുന്നത്? എടാ, ജനങ്ങൾ നിന്നെ നേതാവെന്നും ദൈവം ഒക്കെയല്ലേ വിളിക്കാറ്. ആ നേതാവും ദൈവവും ഒക്കെ ഇനി ഫോട്ടോയും വിഗ്രഹവുമായി തീരും. നിന്റെ യുഗം ഇതോടെ അവസാനിച്ചു. നീ കണ്ട തെണ്ടികൾക്ക് ദാനമായി കൊടുത്ത സ്ഥലമൊക്കെ ഞാൻ തിരിച്ചു പിടിക്കും. നീ തകർത്ത എന്റെ എല്ലാ ബിസിനസ്സുകളും ഞാൻ വീണ്ടും ആരംഭിക്കും. നിന്റെ പുറകെ വാലാട്ടി നടന്ന ചെറ്റകളെ മുഴുവൻ തെരഞ്ഞു പിടിച്ച് ഞാൻ കൊല്ലും. തീർന്നില്ല. ചത്തുകിടക്കുന്ന ഈ മന്ത്രിക്ക് പകരം ആ സ്ഥാനത്ത് ഞാൻ മന്ത്രിയായിട്ട് അധികാരമേൽക്കുമടാ. അണ്ണാ, ചത്തോ നോക്ക്. ഇവൻ തീർന്നണ്ണ. കൊണ്ടുപോയി ഗംഗാനദി തള്ളു. ശരിയാണ്. മിനിസ്റ്ററിനെ കൊന്നവൻ രക്ഷപ്പെട്ടു എന്ന് പോലീസ് റെക്കോർഡിൽ എഴുതി വെക്ക്. ഓക്കെ സർ. ഇവൻ ചത്ത കാര്യം നമുക്ക് മാത്രമേ അറിയൂ. ഇവൻ വരുമെന്ന് പ്രതീക്ഷിച്ച് ഇവന്റെ ആൾക്കാർ കാത്തിരുന്നു. മാക്സിമം പെണ്ണിന് ഇത്ര അഹങ്കാരം പാടില്ല.